നമസ്കാരം. പ്രധാന വാർത്തകൾ. വിപ്ലവ താരകത്തിന് പ്രണാമം. കൂത്തുപറമ്പ് സമരനായകന്റെ പൊതുദർശനം തുടരുന്നു. പുഷ്പന്റെ സംസ്കാരം 5 മണിക്ക് വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച നെഹ്റു ട്രോഫി ജലമേളയിലെ വിജയതർക്കം കോടതി കയറുന്നു. വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. 100 പേർക്കെതിരെ കേസ്. നടപടി നെഹ്റു പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനും. താമരശ്ശേരി ചുരത്തിൽ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഉബൈദ്, മുഹമ്മദ് സജീദ് എന്നിവർ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം. ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. നാട്ടുകാർ ആനയെ തുരത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പ്രധാനമന്ത്രി വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ തുടരുന്ന നടൻ സിദ്ദിഖിനെതിരായ അന്വേഷണം മകന്റെ കൂട്ടുകാരിലേക്ക്. മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തത് കടവന്ത്ര, മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്നാണ്. കസ്റ്റഡിയിലെടുത്തവരുടെ കുടുംബം കൊച്ചി ഡിസിപിക്ക് പരാതി നൽകി. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഏറ്റവും പ്രധാനമായി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വശം ഒരു ഭാഗത്ത് നിൽക്കുന്നു. സിദ്ദിഖിനെ പോലൊരു പ്രമുഖ നടന്റെ അടുത്തേക്ക് പോലീസിന് എത്താൻ സാധിച്ചില്ല എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പിടിച്ചകത്തിടാൻ പോലീസിന് സാധിച്ചു. എന്താണ് ഈ പശ്ചാത്തലം, നവമി? നാളെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനിടയിലാണ് ഒരു നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് സിദ്ദിഖിന്റെ മകൻ പറയുന്നത് ഇന്ന് പുലർച്ചെ തന്റെ സുഹൃത്തുക്കൾ നാദിർ, പോൾ എന്നീ 2 സുഹൃത്തുക്കൾ, ഇവരെ 2 പേരെയും അവരുടെ ഫ്ളാറ്റുകളിൽ നിന്നും, അതായത് കടവന്ത്രയിലെ മറൈൻ ഡ്രൈവിൽ ഈ 2 ഫ്ളാറ്റുകളിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. നിങ്ങളല്ലേ സിദ്ദിഖിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഉടൻ തന്നെ ഇത് കുടുംബം അറിയുകയും കുടുംബം രാവിലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുവാൻ എത്തുകയും ചെയ്തു. രാവിലെ തന്നെ ഈ 2 കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. എന്നാലും ഈ പരാതിയിൽ മേൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം ഈ അന്വേഷണ സംഘം പറയുന്നത് ഇങ്ങനെ ഒരു കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് വാസ്തവമെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഷഹീൻ പറയുന്നത് പ്രകാരം, അതായത് സിദ്ദിഖിന്റെ മകൻ പറയുന്നത് പ്രകാരം തന്നെ ഈ അന്വേഷണ സംഘം രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അച്ഛൻ എവിടെയാണെന്ന്, അതായത് സിദ്ദിഖ് എവിടെയാണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്റെ സുഹൃത്തുക്കളെ 2 പേരെയും റിമാൻഡിലേക്ക് വിടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് 2 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത ശേഷം അന്വേഷണ സംഘം തന്നെ വിളിച്ചതെന്നാണ് ഷഹീൻ പറയുന്നത്. അതിനിടയിലാണ് ഈ 2 കസ്റ്റഡിയിലെടുത്ത് 2 സുഹൃത്തുക്കളുടെയും കുടുംബം പോലീസുമായി ബന്ധപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ്. പക്ഷേ ഇന്ന് കമ്മീഷണർ അവധിയാണ്. അതുകൊണ്ട് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ അറിവിൽ ഇങ്ങനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷെ എന്താണ് ഇതിലൊരു വാസ്തവം എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല. അതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊരു റിപ്പോർട്ട് കിട്ടുന്നത് ഈ 2 പേരെ കസ്റ്റഡിയിലെടുത്ത 2 പേരെയും പുറത്ത് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിട്ടയച്ചിട്ടുണ്ടെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതും ഇതുവരേക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വളരെ നാടകീയമായിട്ടുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിദ്ദിഖിനെ പിടികൂടാതെയുള്ള പോലീസിന്റെ ഒളിച്ചുകളി മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് നമ്മുടെ സാധാരണക്കാർ
കൂട്ടുകാരായ മനുഷ്യർ. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനമായി ഇവിടെ മകന്റെ കൂട്ടുകാരിലേക്ക് അന്വേഷണം പോകുന്ന സാഹചര്യം നവമി സൂചിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി നാളെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. അതുവരെ അങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ള പോലീസിന്റെ മെല്ലെപ്പോക്ക് മനസ്സിലാകാത്തവരല്ല നമ്മളാരും. ഇപ്പോൾ ഈ മകന്റെ കൂട്ടുകാരിലേക്ക് അന്വേഷണം പോകുന്നത് തങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാട്ടിക്കൂട്ടാനുള്ള ഒരു നീക്കമാണോ പോലീസിന്റേത്? നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം നവമി? ഒരു അത്യാവശ്യ കാര്യത്തിൽ ഞാൻ ഇടപെടുകയാണ്. ഈ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും പ്രത്യേക അന്വേഷണ സംഘം, അതായത് SITയുടെ ഓഫീസിൽ, അതായത് മറൈൻ ഡ്രൈവിലുള്ള പൂങ്കുടലിയുടെ ഓഫീസിലുണ്ടെന്ന് അറിയുന്നു. ഞങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമായി ന്യൂസ് 18 സംഘത്തിന് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ വരും. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് എടുത്തോളൂ. ബലാത്സംഗ കേസിൽ ഒളിവിൽ തുടരുന്ന നടൻ സിദ്ദിഖിനെതിരായ അന്വേഷണം മകന്റെ കൂട്ടുകാരിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ മകന്റെ കൂട്ടുകാർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അവിടേക്ക് ആ വിവരം ലഭിച്ചതിനെ തുടർന്ന് നവമി ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘം അങ്ങോട്ട് തിരിക്കുകയാണ്. എന്തായാലും കസ്റ്റഡിയിലെടുത്തത് കടവന്ത്ര മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്നാണെന്നാണ് ലഭിക്കുന്ന വിവരം. കസ്റ്റഡിയിലെടുത്തവരുടെ കുടുംബം കൊച്ചി DCPക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുമുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം വൈകിട്ട്. മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നേരത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലും പൊതുദർശനമുണ്ടായിരുന്നു. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. മൃതദേഹം വിലാപയാത്രയായാണ് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് എത്തിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴത്തേക്കാണ് സംസ്കാര ചടങ്ങുകൾ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയായിരുന്നു കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നേരത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലും പൊതുദർശനം ഉണ്ടായിരുന്നു. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. മൃതദേഹം വിലാപയാത്രയായാണ് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് എത്തിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങൾ. അനീഷ്, സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ്? അനീഷ്, കേൾക്കാമോ? കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം വൈകിട്ട് 5 മണിക്കാണ്. സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി. 5 മണിയോടുകൂടി സംസ്കാരമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. ഓഗസ്റ്റിലാണ് യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത്. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. നെഹ്റു ട്രോഫി ജലമേള വിധി നിർണയത്തിലെ തർക്കം കോടതി കയറുന്നു. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജലമേളയുടെ ജേതാവായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആദ്യം ഒരേ സമയമാണ് 2 വള്ളങ്ങളുടേതായി രേഖപ്പെടുത്തിയതെന്നും പിന്നീട് തിരുത്തി കാരിച്ചാലിന് കപ്പ് നൽകുകയായിരുന്നുവെന്നും 2ാം സ്ഥാനത്തെത്തിയ VBC കൈനകരിയുടെ വിയപുരം ചുണ്ടൻ അവകാശപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് VBC കൈനകരിയുടെ തീരുമാനം. മായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 1-ൽ നടുഭാഗം, 2-ൽ കാരിച്ചാൽ, 3-ൽ നീരണം. ഇതാ 2-ലെ കാരിച്ചാൽ, ഇല്ല 3-ലെ വീയപുരം. കാരിച്ചാലും വീയപുരവും അതുപോലെ നീരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ലെ നടുഭാഗം അല്പം മുൻപിൽ, ഇല്ല പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ. ജലമേളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഫൈനലായിരുന്നു 70ാമത് നെഹ്റു ട്രോഫിയുടേത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നടുഭാഗവും വിയപുരവും നിരണവും കാരിച്ചാലും ട്രാക്കിൽ ഒപ്പത്തിനൊപ്പം. ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കാരിച്ചാലിന് വിജയം. ഇവിടെ വിജയിക്കുക ഇതാ വീയപുരം. ഇല്ല PBCയുടെ കാരിച്ചാൽ. ഗാലറികളിൽ ഇരുന്ന് നോക്കിയാൽ ആര് വിജയിച്ചെന്ന് പറയാൻ പോലും ആകാത്ത മത്സരം. PBCയുടെ കാരിച്ചാലും VBC കൈനഗിരിയുടെ വിയപുരവും വിജയിച്ചെന്ന് 2 ക്ലബിന്റെയും ആരാധകരും ഭരണസമിതിയും വിശ്വസിച്ചു.
ആദ്യം ഫലം ഒരുപോലെ രേഖപ്പെടുത്തി. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ ഫലം 5 മില്ലി സെക്കൻഡുകളിൽ വിയ്യപുരത്തെ പിന്നിലാക്കി കാരിച്ചാൽ കപ്പുയർത്തി. തുടക്കത്തിൽ ഒരേപോലെ ഫലം രേഖപ്പെടുത്തിയതും പിന്നീട് മാറിമറിഞ്ഞതും വലിയ തർക്കത്തിലേക്ക് എത്തിച്ചു. മത്സരം അട്ടിമറിക്കപ്പെട്ടതായാണ് BBC കൈനഗിരിയുടെ ആരോപണം. ബുദ്ധിമുട്ട് തോന്നുന്നു. ഞങ്ങളുടെ പിള്ളേർ അതുപോലെ കഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ആദ്യത്തെ കളി മാറ്റിവെച്ചു. പിന്നീട് വന്ന് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായി. പല സുഹൃത്തുക്കളും സഹായിച്ചു. ഇവിടെ നിൽക്കുന്ന നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും തന്നെ അവരാൽ കഴിയുന്നത് സ്വർണ്ണമെടുത്ത് വിറ്റവരുണ്ട്. അല്ല, അതുപോലെ തന്നെ പല രീതിയിൽ പൈസ സമാഹരിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ആ പിള്ളേരുടെ വീറും വാശിയും കെട്ട് ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനാണ് ഞങ്ങളത് സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ ഏത് നിയമ നടപടിക്കും പോകും. ഫൈനലിലെ സ്റ്റാർട്ടിംഗിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കാട്ടി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സമയത്ത് മറ്റൊരു ബോട്ട് ട്രാക്കിന് സമീപം എത്തിയിരുന്നുവെന്നും തുഴയുയർത്തി റെഡിയല്ലെന്ന് പറഞ്ഞിട്ടും ഫൈനൽ ആരംഭിച്ചുവെന്നുമാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും ക്ലബ്ബ് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. അതേസമയം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിധിനിർണയമാണ് ഉണ്ടായതെന്ന് NDBRും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പറഞ്ഞു. വിയ്യപുരത്തിന്റെ പരാതി ലഭ്യമായാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒളിമ്പിക്സിലടക്കം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴും ഫോട്ടോ ഫിനിഷിൽ എന്താണ് സംഭവിച്ചതെന്ന് പരാതിക്കാരെ ബോധ്യപ്പെടുത്താൻ സംഘാടകർക്കായില്ല. ഇത് സംഘർഷത്തിലേക്കും നയിച്ചു. വിവാദങ്ങൾ ചൂടുപിടിച്ചതോടെ 70ാമത് നെഹ്റു ട്രോഫിയുടെ വിജയിയെ ചൊല്ലിയുള്ള പോരാട്ടം കോടതി കയറുമെന്ന ഉറപ്പായി. ന്യൂസ് 18 ആലപ്പുഴ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനിടെ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കട്ടിപ്പാറ സ്വദേശികളായ ഉബൈദ്, മുഹമ്മദ് ഷാദിൽ, മീനങ്ങാടി സ്വദേശി സജീദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി ചുരം വ്യൂ പോയിന്റിലായിരുന്നു സംഭവം. ലോറി തെറ്റായ ദിശയിൽ പ്രവേശിച്ച് തടസ്സം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കോഴിക്കോട് കൂമ്പാറ റോഡിലെ ആനക്കല്ലും പാറവളവിലും വാഹനാപകടം. കക്കാടൻപോയിൽ നിന്ന് വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ 2 വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇരുവരെയും മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9-നായിരുന്നു അപകടം. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301-ന് സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയായിരുന്നു. ഇന്നലെ ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. സൌരോർജ്ജ തൂക്കുവേലികളുടെയും ആന പ്രതിരോധ കിടങ്ങിന്റെയും നിർമ്മാണോദ്ഘാടനത്തിന് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കറവൂർ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. സെപ്റ്റംബർ ഒഴിയുന്നതോടെ ലോകത്ത് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് മിക്സിംഗ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. ഹയാത്ത് റീജൻസി ഹോട്ടലിലായിരുന്നു പരിപാടി. കിലോ കേക്കാണ് ഹയാത്ത് റീജൻസിയിൽ ഒരുക്കുന്നത്. ഇതിനായി പടുകൂറ്റൻ മിക്സിംഗ് ടേബിളാണ് ഒരുക്കിയിട്ടുള്ളത്. നടി അഹാന കൃഷ്ണയും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചേർന്നാണ് കേക്ക് മിക്സിംഗ് നടത്തിയത്.
ഒരുക്കങ്ങളാണ് സ്വാദിഷ്ടമായ ക്രിസ്മസ് കേക്കിലേക്ക് ഡിസംബർ മാസത്തിൽ കൊണ്ടുചെന്നെത്തിക്കുക. കേക്കിന്റെ സ്വാദിനൊപ്പം ക്രിസ്മസിന്റെ വരവേൽപ്പ് കൂടിയാണ് കേക്ക് മിക്സിംഗ് ചടങ്ങുകൾ. So as we approach the festive season, this is actually the beginning of our festivities. We start with the cake mixing. We soak the mixture for the rest 3 months to produce the plum cakes for the Christmas. So we celebrate this occasion. So we invite all our regular guests and people who patronize us and do this as a process. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കേക്ക് മിക്സിംഗ് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി. ഫ്രഞ്ച് കേക്കാണ് തിരുവനന്തപുരം ഹയാത്ത് റീജൻസി ഇത്തവണ ഒരുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ബോർഡുകൾക്കും തിരികെ വാർത്തയിലേക്ക്. പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളിൽ മനോഹര കഥകളി ചിത്രം തീർത്ത വിദ്യാർത്ഥികൾ. പാലക്കാട് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ കലാസൃഷ്ടി ഒരുക്കിയത്. പാലക്കാട് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ +2 ബയോമാക്സ് വിദ്യാർത്ഥികളാണ് പ്രയത്നത്തിന് പിന്നിൽ. സ്കൂളിലെ ഒഴിവു നേരങ്ങളിലായിരുന്നു പ്രവർത്തനം. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച 4000-ലധികം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞവയും ശേഖരിച്ച് 5 അടി ഉയരവും 5 അടി വീതിയുമുള്ള കഥകളി ചിത്രത്തിന് രൂപം നൽകി. കൃത്യമായ വലുപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി ഒട്ടിച്ചാണ് മനോഹരമായ ചിത്രം ഒരുക്കിയത്. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കുന്നതിൽ നിക്ഷേപിച്ചിരുന്നു. പിന്നെ അപ്രോക്സിമേറ്റ്ലി 3500 സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു. പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. 1 മാസത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കലാസൃഷ്ടി. വിദ്യാർത്ഥികളായ ജീവൻ, അമൽ, അജിത്ത്, സഞ്ജയ്, വിഷ്ണു, നിവേദ്, പൂജ, മിത്ര എന്നീ 8 പേരടങ്ങുന്ന സംഘമാണ് ചിത്രമൊരുക്കിയത്. അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചിത്രം തീർത്തത്. ശുചിത്വ മിഷൻ പരിപാടിയുടെ ഭാഗമായി കളക്ടർ എസ് ചിത്ര സ്കൂൾ സന്ദർശിക്കുകയും അജൈവ മാലിന്യങ്ങളിൽ നിന്നും കലാസൃഷ്ടികൾ നിർമ്മിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം മാറ്റിങ്ങൽ ടൗണിലെ സർക്കാർ ഓഫീസുകളുടെ മതിലുകളിൽ പതിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കി വിദ്യാർത്ഥികൾ. നഗരസഭയും നഗരത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളും ചേർന്നാണ് സൗന്ദര്യവൽക്കരണം. ടൗണിലെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ ഓഫീസുകളുടെ ചുമരുകൾ പലതരം പോസ്റ്ററുകളാൽ നിറഞ്ഞിരുന്നു. സ്വച്ഛ് ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായാണ് ടൗൺ സുന്ദരമാക്കാനുള്ള പ്രവർത്തനം. നഗരസഭയും NSSന്റെ വിവിധ യൂണിറ്റുകളും സംയുക്തമായാണ് പോസ്റ്ററുകൾ നീക്കിയത്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും NSS യൂണിറ്റുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായാണ് ശുചീകരണം നടത്തുന്നത്. മതിലുകളിൽ സാമൂഹ്യബോധമുണർത്തുന്ന ചിത്രങ്ങൾ വരയ്ക്കാനും ലക്ഷ്യമിടുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുഴുവൻ പോസ്റ്ററുകളും നീക്കം ചെയ്യും. ന്യൂസ് 18 ആറ്റിങ്ങൽ. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് മുക്കത്തെ പ്രഭാത സവാരി കൂട്ടായ്മയായ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചു. അഗസ്ത്യമൊഴി മുതൽ മുക്കം അങ്ങാടി വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് ഓടിയത്. വ്യായാമം ചെയ്ത് ആരോഗ്യം സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. 30-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. ഇടുക്കിയിലെ ഏലം കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കൃഷിനാശവും വിലത്തകർച്ചയും വന്യമൃഗശല്യവും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കിയിൽ ഏലം കൃഷി 50% നശിച്ചു. ഇതിൽ നിന്ന് കർഷകർ കരകയറി വരുന്നതിനിടെ കഴിഞ്ഞ വേനലിൽ കൃഷി കരിഞ്ഞുണങ്ങി. ശേഷമെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശമുണ്ടായി. വന്യമൃഗശല്യവും കീടബാധയും മേഖലയ്ക്ക് തിരിച്ചടിയായി. ഓണത്തിന് പച്ചയായ കായ പറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത്. കൃഷിനാശത്തിനൊപ്പം കീടനാശിനി, വളം എന്നിവയുടെ വില വർധനയും കർഷകരെ ദുരിതത്തിലാക്കി. ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ചൂടാണ് അത്രയധികം ഏലം ഉണങ്ങി നശിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് 33 ഡിഗ്രി
ചൂട് ഇവിടെ കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ഇപ്പം തന്നെ ഈ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്ന ചൂട് തന്നെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് കൃഷിക്കാർ ഇപ്പം ജീവിക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും കർഷകർക്കായി സർക്കാരോ സ്പൈസസ് ബോർഡോ ശ്രമിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഏലം കർഷകർ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളിൽ വ്യാപക അഴിമതിയെന്ന ആരോപണം. പദ്ധതിയിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിളക്കം പദ്ധതിയിലൂടെയാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചത്. ഒരു ബോട്ടിലിന് 50,000 രൂപയാണ് ചിലവ്. ഇങ്ങനെ 20 എണ്ണം സ്ഥാപിച്ചു. 9 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ 15,000 രൂപയ്ക്ക് താഴെ നിർമ്മിച്ച ബോട്ടിൽ ബൂത്തിന് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ 50,000 രൂപ ചിലവ് വരുത്തിയതാണ് പ്രതിഷേധത്തിനും ആരോപണങ്ങൾക്കും ഇടവരുത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വേസ്റ്റ് ബോക്സ് കണ്ടാൽ അറിയാം ഇതിന് 45,000 രൂപ ആകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം തോന്നി. അടുത്തുള്ള 3-4 വെൽഡിംഗ് വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് മാക്സിമം പോയി കഴിഞ്ഞാൽ 15,000 രൂപയ്ക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബോക്സ് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ്. പഴവങ്ങാടിയിലെ ഒരു സ്വകാര്യ ഏജൻസി നിർമ്മിച്ചു നൽകിയ ഒരു ബോട്ടിൽ ബൂത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പാറശാല, കുളത്തൂർ, ചെങ്കൽ, പൂവാർ തുടങ്ങിയ പഞ്ചായത്തുകളിലായി 20 ഇടങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവ സ്ഥാപിച്ച് 3 മാസം പിന്നിടുന്നതിന് മുമ്പ് തുരുമ്പെടുത്ത് നശിച്ചും തുടങ്ങി. ഈ കുപ്പി കൊണ്ടുവച്ചിരിക്കുന്നതും ഓരോ സ്ഥലങ്ങളിലും ഒളിച്ചുകൊണ്ട് വെച്ചിരിക്കും. ഇതിൽ ഒരു കുപ്പി പോലും ഇടാനോ അല്ലെങ്കിൽ അത് ആരെങ്കിലും കൊണ്ട് കണ്ട് ഇവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ള ഒരു മാതൃകാ ബോർഡോ അല്ലെങ്കിൽ അത് എത്തിക്കാനുള്ള രീതികളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് വെറും ഒരു വെട്ടിപ്പിനും തട്ടിപ്പിനും വേണ്ടി മാത്രം നടത്തിയ ഒരു പദ്ധതിയാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. പൊതുജന സാന്നിധ്യം വളരെ കുറവുള്ള ഇടങ്ങളിൽ മാത്രമാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഇത് ഒരു തരത്തിലുള്ള ഉപയോഗം ഉണ്ടാകില്ല എന്നും ആക്ഷേപമുണ്ട്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. വരും ദിവസങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ സമരം സംഘടിപ്പിക്കാനാണ് നീക്കം. ന്യൂസ് 18 പാറശാല. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രാ ദുരിതത്തിലായി കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് നിവാസികൾ. മാസങ്ങൾ പിന്നിട്ടിട്ടും കുഴികളടയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ മുക്കം കടവ് പാലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരും തിരുവമ്പാടി, കൂടരഞ്ഞി പ്രദേശങ്ങളിൽ നിന്നും മുക്കത്തേക്ക് വരുന്നവരുമാണ് കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളി കിടക്കുകയാണ്. ഇതിന് മുമ്പ് താൽക്കാലിക റിപ്പയർ ചെയ്തെങ്കിലും ഇപ്പം കുറേ കാലമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഫുട്പാത്ത് പോലും ഇല്ലാത്ത അവസ്ഥയുള്ള റോഡാണിത്. എത്രയും പെട്ടെന്ന് ഇത് പുനർനിർമ്മിച്ച് ഗതാഗതമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കുമാരനെല്ലൂർ അങ്ങാടി ടു മുക്കം ബെൻഡ് പൈപ്പ് പാലം വരെ റോഡ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. അതുകൊണ്ട് വണ്ടികൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഇങ്ങനെ പോയതുകൊണ്ട് ഭയങ്കര അപകടമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. നാട്ടുകാർ സ്വന്തം ചിലവിൽ കോൺക്രീറ്റ് ഇട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ കുഴികളുടെ അടുത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മുക്കം. തകർന്നടിഞ്ഞ് പട്ടാമ്പി കൂറ്റനാട് പാത. പലയിടങ്ങളിലും റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടം പതിവാണ്. റോഡ് നന്നാക്കാൻ നടപടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ കൂറ്റനാട് വരെയുള്ള റോഡ് വലിയ തകർച്ചയാണ് നേരിടുന്നത്. പലയിടത്തും കുഴികളാണ്. റോഡിന്റെ പ്രതലം അടർന്നുപോയിട്ടുണ്ട്. യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. വാഹനാപകടവും പതിവ്. പട്ടാമ്പി പാലത്തിലും ഇതാണ് അവസ്ഥ. വെള്ളമിറങ്ങി 1 മാസത്തിന് ശേഷം കൈവരി സ്ഥാപിച്ചെങ്കിലും പാലത്തിന് മുകളിലെ റോഡിലെ തകർച്ച പരിഹരിച്ചിട്ടില്ല. പട്ടാമ്പി റോഡ്, ഗുരുവായൂർ റോഡ്, തൃത്താല റോഡ്
എല്ലാ റോഡും തകർന്നിരിക്കുന്നത്. ഒരൊറ്റ റോഡ് യാത്രക്ക് നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു റോഡുമില്ല. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫൈൻ ഉണ്ടാക്കി, പിന്നെ പിടിച്ചിന് ഫൈന് എടുത്തു. എല്ലാവരും പിന്നെ മോട്ടോർ വാഹന വകുപ്പ് ഫൈന് ലക്ഷക്കണക്കിന് ഉറുപ്പിക കിട്ടിയെന്ന് പറഞ്ഞു. അതിന്റെ 1% ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഈ റോഡ് നേരാക്കേണ്ട കാര്യത്തിൽ വേണ്ടപ്പെട്ട വകുപ്പ് സ്വീകരിക്കുന്നില്ല. ഒരു മന്ത്രിയും മൂന്ന് MLA പോണ ഒരു റൂട്ടാണിത്. അതിലൊരു മന്ത്രി കൂടി ഉണ്ട്. ഇന്നലടക്കം ഈ റോഡിന്റെ ഇതുപോലെ യാത്ര ഇവർക്ക് ഒരു ബസ്സൊക്കെ പോകുമ്പോൾ ബാക്കിലൂടെ തെറിക്കും. അയാതെ അവസ്ഥ. കാരണം എവിടെ കുഴിയെന്ന് ആർക്കാറില്ല. നല്ല റോഡ് പെട്ടെന്ന് കുഴിയാടുന്നു. പട്ടാമ്പിയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു. അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവന് 56,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5870, പവന് 46,960. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു സകലമാന കേരളം. നമസ്കാരം.